വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോ കാണാത്തവർ ആ ചാനലിൽ പോയി കണ്ടാൽ മതി. ഞാൻ സഫേനെ പ്രൊമോട്ട് ചെയ്ത് വിടുക കേട്ടോ. റീച്ചിന് വേണ്ടിയല്ലോ സഫ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് എടുത്തിടുന്നത്. അപ്പം സഫയുടെ ചാനലിൽ കയറി കണ്ടാൽ മതി. കാരണം എനിക്ക് കോപ്പിറൈറ്റിലോട്ട് താല്പര്യമില്ല. അപ്പോൾ സഫയുടെ ചാനലിൽ കയറി കാണാൻ ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുക്കാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടായിരുന്നു സഫയുടെ CCTV എന്ന് പറഞ്ഞിട്ട്. മുകളിൽ എൻ്റെ ഒരു വീഡിയോയും അടിയിൽ ലല്ലുവിൻ്റെ ഒരു വേറൊരു വീഡിയോ ഉള്ളൊരു വീഡിയോ റെക്കോർഡ് ഉണ്ട്. അത് ഞാൻ ഓക്കെ. അപ്പോൾ അവൾ പറയുന്നത് സഫയുടെ അവളുടെ ഒരു വീഡിയോയും ലല്ലുവിൻ്റെ ഒരിച്ചില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഈ യുവതി പറയുന്നത്. അതായത് ഒരാൾ കോഴിക്കോടാണെങ്കിൽ ഒരാൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഒരാൾ അഫ്ഗാനിസ്ഥാനാണെങ്കിൽ ഒരാൾ ആഫ്രിക്ക. അത്രയും ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നതെന്നാണ് സഫ പറയുന്നത്. അവൾക്കറിയത്തില്ല സ്ഥലം എവിടെയെന്ന്, അവൾക്കറിയത്തില്ല. ഉറപ്പാണല്ലോ അല്ലേ സഫ? ബാക്കി കേൾക്കാമെന്ന്. ആ വീഡിയോ നിങ്ങൾ നോക്കിയോ? ഓക്കെ, ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഇവരുടെ രണ്ടിൻ്റെയും വീഡിയോ. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഒരാളൊരു നീല ഗ്രില്ലിൻ്റെ അവിടെയും ഒരാളൊരു ലബോറട്ടറി പോലത്തെ ഒരു സ്ഥലത്തും അവളുടെ അങ്ങോട്ട് കയറി പോകുന്നു, അവളുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നു, അവളുടെ ഊബറിൽ. ഓക്കെ, അവളുടെ ഊബറിൽ. അപ്പം ഈ ഊബർ ആരാണ് ഓടിച്ചത്? ഊബർ ഡ്രൈവർ ആയിരിക്കുമല്ലോ. കാരണം എന്തിനും ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടുന്നുണ്ടല്ലോ. വണ്ടി ഓടിക്കാൻ ഇവൾ അറിയുന്നില്ല എന്ന് ഇവൾ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം എവിടെ പോകുന്നതിലും ഊണിലും ഉറക്കത്തിലും ഊബർ ഡ്രൈവർ ഉണ്ട്. ഊബർ ഡ്രൈവറാണ് ഇവളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഊബർ എന്തിനാണ് എടുത്തത്? ഊബർ ഓടിക്കാൻ ആൾക്ക് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. ലൈക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ഞാൻ അത്രയും ദേഷ്യം കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഊബർ എടുത്തു, എന്നിട്ട് ഞാനത് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഞാനല്ല ഊബറിൽ കറങ്ങി നടക്കുന്നത്, ഞാനായിരിക്കുമല്ലോ അതിൽ നടക്കുന്നത്. ഊബർ കൊടുത്ത ആൾ ഊബറിൻ്റെ പണി എടുത്തിട്ട് അവർക്ക് മാസം അവസാനം ഇന്ന പൈസ എനിക്ക് തരും. അല്ലാണ്ട് ഞാൻ ആ ഊബറിൽ കയറി നടക്കില്ല. എൻ്റെ വീട്ടിലോട്ട് ഊബർ ഡ്രൈവർ വരത്തില്ല. എനിക്ക് വേണ്ട സഹായങ്ങളും ഊബർ ഡ്രൈവർ ചെയ്തില്ല. അതിന് വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരി അല്ലെങ്കിൽ കെയർ ടേക്കർ എന്നൊക്കെ നമ്മൾ പറയും. അല്ലാണ്ട് ഊബർ ഡ്രൈവർ എന്ന് നിങ്ങൾ പറയരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു ആളെ നിങ്ങളെ ഏർപ്പെടുത്തി എന്ന് പറയാം. അല്ലാണ്ട് എല്ലാ ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടല്ലേ സഫ. അത് അത്ര നല്ലതല്ല സഫ. അപ്പോൾ ഒരാൾ ഗ്രില്ലിൻ്റെ അവിടെയും ഒരാൾ ലബോറട്ടറിയുടെ അവിടെയും. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വെയിറ്റ്. വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിൽ ലല്ലു ഏതോ ഒരു കടയുടെ എന്തിൻ്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഗ്രില്ല് എവിടെയാണെന്ന് നിനക്ക് അറിയില്ലേടി? എന്താ മോളെ ഞാൻ എന്നെ വിളിക്കുക? ഈ റമളാൻ മാസത്തിൽ ഞാൻ എന്താടി എന്നെ വിളിക്കുക? ഇത്രയും വൃത്തിയായിട്ട് ഒരു പെണ്ണ്, എൻ്റെ റബ്ബെ, റമളാനിൽ എനിക്കിങ്ങനെ നാവെടുത്ത ഇങ്ങനെ കള്ളം പറയരുത് മനുഷ്യരായ. ഇമാതിരി വിളിച്ചു പോവരുത്. ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചത്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? ഇതെൻ്റെ ഫ്രണ്ട് എടുത്തു തന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. ഇതാണ് ആ ഗ്രില്ല്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഗ്രില്ലുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെയാണ് ലല്ലു നിന്നത്. ലല്ലു ഇവിടെ നിന്നിട്ട് ഇനി ലബോറട്ടറിയിലോട്ടുള്ള ദൂരം നമുക്ക് കാണാം. ഇവളുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിൻ്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. അപ്പോൾ എന്തിനു നീ മോളെ ലല്ലുവിനെ അവിടെ നിർത്തി? അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ലബോറട്ടറിയിലോട്ട് നീയും നിൻ്റെ ഡ്രൈവറും മാത്രം ഒറ്റയ്ക്ക് വന്ന് അവനെ അവിടെ ഒളിപ്പിച്ച് നിർത്തി? നിനക്ക് ആ സ്ഥലം അറിയില്ലെന്നല്ല നീ പറയുന്നത്? കൊളാഷ് ഇട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. കോഴിക്കോട് കൊയിലാണ്ടി പോലെ വേറെ ഏതോ സെറ്റപ്പിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ഇത്രയും പറയാൻ പറ്റുമോ? ഇത്രയും പോലും പറയാൻ പറ്റത്തില്ല. അത്രയും ദൂരം പോലും ഇല്ല. ആ ദൂരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ മോള് ഡയലോഗ് അടിക്കുന്നത്. അയ്യോ ലല്ലു എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ലല്ലു ഇല്ല. ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇവള് പറയുന്നുണ്ട്, ലല്ലു എവിടെയാണെന്ന് എനിക്കറിയില്ല, ലല്ലു എൻ്റെ കൂടെ ഇല്ല, ലല്ലു എൻ്റെ കൂടെ ഇല്ലായിരുന്നു. എത്ര വീഡിയോകൾ, നിങ്ങൾ ഒരുമിച്ചുള്ള എത്ര വീഡിയോകൾ ഞാനിവിടെ നിരത്തണം? ഞാൻ നിരത്തുന്നുണ്ട്. വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും തലയിൽ കയറി നിരങ്ങുന്നോ? നിങ്ങൾ എന്താ വിചാരിച്ചു ഞാൻ വെറുതെ വന്നിരുന്ന് വീഡിയോ ഉണ്ടാക്കി ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് പറയുന്നോ? ഞാൻ ഒരു വീഡിയോ അങ്ങനെ ചെയ്തില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വാ തുറന്ന് ഞാൻ തെളിവ് കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തുള്ളൂ. എനിക്ക് അന്തസ്സുണ്ട്. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ എന്നെപ്പറ്റി പറയുന്ന കാര്യത്തിൽ നിങ്ങൾ തെളിവിട്. ബാക്കി കേൾക്കാം. ഇപ്പം കിട്ടിയില്ല, ഇപ്പം അണ്ണാക്കിൽ കിട്ടിയില്ലേ? ഒരുമിച്ചാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായാലോ? ഇത് ഒരേ സ്ഥലമാണ്. ഇത് 40 മീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല. അത്രയും അടുത്ത് നിന്നിട്ടാണ് അവനെ അവിടെ ഒളിപ്പിച്ച് ചേർത്തിട്ട് ഇവളുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവനെ അവിടെ ഒളിപ്പിച്ച് ചേർത്താൻ ഊബർ ഡ്രൈവറിൻ്റെ കൂടെ ഇവൻ എന്തിന് കയറി? ഓക്കെ, നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലല്ലായിരുന്നു. വീട്ടിൽ നിന്ന് നിങ്ങൾ തൃശ്ശൂർ, തിരൂർ ഇവിടെയൊക്കെ കറങ്ങി വന്നിട്ട് നേരെ ആലുവയിൽ വന്ന് ഇറങ്ങുവാണ്. ആലുവയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയി. ബിക്കോസ് മെഹനു അറിഞ്ഞെന്നുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾ ആലുവയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ തൃശ്ശൂർ പോയി, തിരൂർ പോയി.
തിരൂര് പോയി നിന്നിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത്രയും സംഭവം മെഹനാസ് ഫ്ലാറ്റിൽ കയറി നോക്കുന്നത്. ആ നോക്കിയതാണ് ഇവളുടെ വീട് അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇനി ബാക്കി കേൾക്കാം.